ഇന്ന് നമുക്ക് രണ്ട് പരിപാടി ഉണ്ട്, രണ്ട് തൊട്ടിലോട്ടല്ല തന്നെ. അങ്ങനെ ഏടത്തൊക്കെ പോണ്ടേ എന്നുള്ള തീരുമാനത്തിന് ലാസ്റ്റ് ഒന്ന് തീരുമാനിച്ചു രണ്ടിടത്തേക്കും പോവാന്ന്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് കാസർഗോഡ് നൈഫ് വെന്യൂല് ആടെ പോവാന്ന് ഇരിച്ചു. അങ്ങനെ നമ്മളൊക്കെ പോവാൻ തന്നെ വേറെ ആൾക്കാരും ഉണ്ടായിനെ. ഋഷ്യയില് പോകുന്നത് തിങ്ങി നിറച്ചിട്ടുണ്ട്. എന്നെ നസലിനെ കണ്ട ഞാൻ ഇത് നോക്കുമ്പോൾ എപ്പോ ഒരു ബ്രേക്ക് ഇട്ടെങ്കിൽ നിലത്തേക്ക് എത്തും, അങ്ങനത്തെ അവസ്ഥയിലുണ്ട്. എത്തിയിട്ട് നമ്മളേക്ക് നമ്മൾ ഉത്സുബിക്ക് എത്തിയ പോലെ ആയി പോയി. ആരും ഉണ്ടായിട്ടാ. ഞാൻ ഇതുവരെ കൂടിയാലും ഞാൻ ഇത്ര നേരത്തെ ഞാൻ ഏത് പരിപാടിക്കും ഞാൻ എത്തിയിട്ടുണ്ടായില്ല. സ്റ്റേജ് പോലും ഡെക്കർ ആക്കിയിട്ട് അങ്ങനെ അത്ര നേരത്തെ നമ്മൾ എത്തിപ്പോയി. അത്ര നേരത്തെ കെട്ടി ഒരുങ്ങിയിട്ട് എന്തെങ്കിലും വന്നിന്നുള്ളത് ചോദ്യമല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. വേറെ ആളൊക്കെ വന്നതുകൊണ്ട് ഒരു നേരത്തെ പോകുന്നുണ്ട്, അന്ന് ഇത്ര നേരത്തെ എത്തിപ്പോയി. എന്തായാലും മോശമില്ല. ഈ ഒരു പരം നമുക്ക് തന്നെ കിട്ടിയ പോലെ നമ്മ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ബിസി ആക്കിയാ ഡെയിലി ഓളെ കാണാത്തപ്പോ ഓൾതാ ഈടെ രണ്ടാളെ ഇടയിൽ ഫോണിൽ നോക്കുന്നുണ്ട്. വന്നിട്ട് ഇത്ര സമയം ജ്യൂസ് കുടിക്കാൻ നിർത്തിയിട്ട് പോയിട്ട് അമ്പലത്തേക്കാന്ന് അവിടെ ഫ്രൂട്ട്സ് കട്ടാക്കുന്നല്ല, അത് ജ്യൂസ് ആയിട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മ അത്ര ഉത്സുബിക്ക് എത്തിപ്പോയില്ലേ. ആടിയിടി പാഞ്ഞിലായിട്ട് ക്ലിപ്പും ചാടിയിട്ട് വന്നോളൂ. നെസലിന് പിന്നെ മാമാരെല്ലാം പിരിച്ചായതുകൊണ്ട് തന്നെ എന്താ ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ടോളൂ. നീ എന്റെ വീഡിയോ എടുക്കുന്നേ കുറച്ചും കൂടി സ്റ്റാൻഡേർഡിൽ ഞാൻ നിൽക്കട്ടില്ലേ എന്നുള്ള ഭാവ നോക്കുള്ളത്. ഇയോള് ഫോൺ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇയോളോട് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇയോള് കൊള്ളുന്നത് മുന്തിരി ജ്യൂസ്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പപ്പായ എന്നെ വേണം. പപ്പായ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം നിറഞ്ഞിട്ട് ഓളോട് കൊണ്ടിരിപ്പിച്ച ഓറെ കൊണ്ട് പണിയെടുപ്പിക്കലാണല്ലോ നമ്മളെ വീക്ക്നെസ്. ഇങ്ങനല്ല ഓർക്ക് നമ്മളോട് ഉപകാരം ചെയ്യാൻ കഴിയും. ആറോണിച്ചിട്ട് പോകുന്നുണ്ട്. ഞാൻ കേട്ട് എന്താ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും പറഞ്ഞ അപ്പുറത്തേക്കൊല്ലം ഇരിക്കേണ്ടത്. ആണുങ്ങളെ സൈഡ് പെണ്ണുങ്ങളെ സൈഡ് അങ്ങനെ പറഞ്ഞിട്ട് രണ്ടോട്ടായി നമ്മളെ ചേഞ്ച് ആക്കുന്നത്. എന്താ അവസ്ഥയോറ. ഓള് ഫസ്റ്റ് പേര് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഓൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിനാ. ഇവിടെ ഫോട്ടോ എടുക്കേണ്ട പ്ലേസ് ഉണ്ടോ. ഓളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഓള് കിഞ്ഞപ്പോ ഞാൻ ഓനോട് പഠിപ്പിക്കാൻ പറയുമ്പോഴത്തേക്ക് ഓനോട് മയങ്ങുന്നത്. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. സ്റ്റേജിൽ എല്ലാവരും കയറിയിട്ട് കുഞ്ഞിനെ എന്നെ നോക്കുന്നുണ്ട്. ആ കുഞ്ഞിക്ക് ശ്വാസം വിടേണ്ട സ്ഥലം പോലും ഇല്ലാന്ന് തോന്നുന്നു. ഫാമിലി എല്ലാം ചെക്കനായതുകൊണ്ട് ഉമ്മാനി ബാബിനെ സോപ്പിടുന്നുണ്ട്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി. പിന്നെ നമുക്ക് പിന്നെ ഫോട്ടോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നമ്മ അടയം ഉണ്ടാകുന്നു. പോകുമ്പോഴത്തേക്ക് ആരോ എന്നെ ബാക്കിന്ന് വിളിക്കുമല്ലേ തിരിഞ്ഞോക്കമാന്ന് പറഞ്ഞ് ഓളെന്റെ പർദ്ദ ചൂട്ടി നിന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ തിന്നാത്ത പോയതുകൊണ്ട് തന്നെ നല്ല പൈപ്പ് ഉണ്ടായ. എത്ര ഐറ്റംസ് കൊണ്ടുവച്ചാലും നമ്മളെ സ്പേസിൽ എന്ന് പറയുന്നത് അത്രയും നമുക്കെന്ന് അറിയുമോ. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഈ ഒരു ഐറ്റം. ഇതെന്തെന്ന് നമുക്ക് മനസ്സിലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോറിന്റെ വെയിറ്റിംഗ് ആയി. ചോറ് ഇട്ട് ഞാൻ എല്ലാ സാധനം വന്നപ്പാടെ തന്നെ ഞാൻ എല്ലാം ഇട്ട് എന്തെന്ന് പറഞ്ഞാൽ ബയ്യാകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാതെ ഇപ്പോഴെങ്കിലാ എല്ലാ പ്ലേറ്റിലിട്ടിച്ച്. പിന്നെ പ്ലേറ്റ് ആരും എടുത്തിട്ട് കൊണ്ടുപോയില്ലല്ലോ, അതുകൊണ്ട് ധൈര്യത്തിൽ ഞാൻ എല്ലാ സാധനം പ്ലേറ്റിലിട്ടിച്ച് നല്ല കാര്യമായ ഫുഡ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് ഐസ്ക്രീമും കൊണ്ട് തന്നെ അങ്ങനെ എന്റെ കാലി പറഞ്ഞ ഫുള്ളാക്കിയ സീറ്റിന് കാക്കുന്നതുകൊണ്ട് ഞാൻ സീറ്റ് കൊടുത്തിട്ട് എണിച്ചിട്ട് ഐസ്ക്രീം തിന്നു. നെസൽ പിന്നെ അവിടെ മാമാനെ കിട്ടി എറിഞ്ഞ് മുണ്ടുന്നുണ്ട്. പിന്നെ ഏതും കിട്ടിയ വണ്ടിയിൽ നമുക്ക് പോകാൻ പറഞ്ഞിട്ട് ഒക്കെ ചെപ്പിടിച്ച് റെഡിയാക്കി ഇവിടെ ഫാമിലി ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. എന്റെ അമ്മപ്പേർക്ക് പോയിട്ട് അയക്കൂടിയിലത്തെ പരിപാടിക്ക് കൂടാനുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ പോവാന്ന് ഇരിച്ച്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി പോകുമ്പോഴത്തേക്ക് ജിലേബി മൈസൂർ പാക്കും വെച്ചിട്ടുണ്ട്. ആൾക്കാരുണ്ടോണ്ട് ഞാൻ രണ്ടേ എടുത്തിനു ടിഷ്യൂ പേപ്പറിൽ അങ്ങനെ ഞാൻ നിറച്ചിട്ട് കൊണ്ടുപോയി തന്നെ. വണ്ടിയിൽ കയറിയ പിന്നെ നെസലിന് പിന്നെ പുള്ളോർക്ക് തന്നെ അവർക്ക് തീരുമ്പോഴത്തേക്ക് അയക്കൂടിയിൽ പരിപാടി തുടങ്ങുന്ന അത്ര. അപ്പൊ ബാക്കി പാർട്ടി 3